കാനഡയിൽ ദീർഘകാലമായി അധികാരം കൈയാളി വരുന്ന ലിബറൽ പാർട്ടിക്ക് ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്നത് കനത്ത തിരിച്ചടിയാണ്. പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ ടൊറന്റോ സെന്റ് മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ ലിബറൽ പാർട്ടിക്ക് വൻ പരാജയം നേരിടേണ്ടി വന്നു. ഇത് കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ഉണ്ടാക്കിയ മാനസിക സംഘർഷവും ആഘാതവും ചെറുതൊന്നുമല്ല. ഖലിസ്ഥാൻ ഭീകരവാദികളെ നെഞ്ചോട് ചേർത്തു പിടിച്ചിട്ടും തെരഞ്ഞെടുപ്പിൽ ഫലം കണ്ടില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ കാനഡയുടെ ഈ പ്രവൃത്തിയാകണം തിരിച്ചടിയായത്. ഭീകരരെ അനുശോചിച്ചപ്പോൾ തന്നെ ഇന്ത്യ ആശങ്ക അറിയിച്ചിരുന്നുവെങ്കിലും കാനഡ അത് നിസ്സാരമെന്നോണം തള്ളിക്കളഞ്ഞു. മുൻ പാർലമെന്റ് ഹിൽ ജീവനക്കാരനും അഭിഭാഷകനുമായ ലെസ്ലി ചർച്ചിനെതിരെ കൺസർവേറ്റീവ് സ്ഥാനാർത്ഥിയായ ഡോൺ സുവാട്ട് 42% വോട്ട് നേടിയാണ് സീറ്റ് പിടിച്ചെടുത്തത്. പോൾ ചെയ്ത വോട്ടിന്റെ ഏകദേശം 40% അദ്ദേഹം നേടിയെന്നതാണ് ഇതിലെ ഹൈലൈറ്റ്. 2011 ഫെഡറൽ തെരഞ്ഞെടുപ്പ് പോലെ 34 ലിബറൽ എംപിമാരെ പാർലമെന്റിലേക്ക് തിരികെ എത്തിച്ച പാർട്ടിയുടെ മുൻകാല ചരിത്രത്തിന് ഇതൊരു തിരിച്ചടിയായി. 30 വർഷത്തിലേറെയായി പോൾ സീറ്റ് ലിബറലുകളുടെ കൈവശമായിരുന്നു. 2021 തെരഞ്ഞെടുപ്പിൽ ലിബറലുകൾ ടൊറന്റോ സെന്റ് പോൾ സീറ്റിൽ 22% മുതൽ 49% വരെ നേടിയിരുന്നു. ഹൗസ് ഓഫ് കോമൺസിൽ 338-ൽ 155 സീറ്റുകളാണ് ലിബറലുള്ളത് എന്നത് ശ്രദ്ധേയമാണ്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ദേശീയ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ട്രൂഡോയ്ക്കും അദ്ദേഹത്തിന്റെ സർക്കാരിനും കനത്ത തിരിച്ചടിയേറ്റത്. ലിബറൽ പാർട്ടി പരാജയപ്പെട്ടെങ്കിലും അടുത്ത വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ലിബറൽ പാർട്ടിയെ നയിക്കുമെന്നും വോട്ടർമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഠിനാധ്വാനം ചെയ്യുമെന്നാണ് ട്രൂഡോ ഇപ്പോൾ പറയുന്നത്. അതേസമയം ട്രൂഡോയുടെ മുഖ്യ എതിരാളിയായ കൺസർവേറ്റീവ് നേതാവായ പിയറി പൊയ്ലീവർ ഫലങ്ങളോട് പ്രതികരിക്കുകയും പ്രധാനമന്ത്രി ട്രൂഡോയോട് തിരഞ്ഞെടുപ്പ് നേരത്തെ വിളിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. കൺസർവേറ്റീവുകൾ വലിയ തോതിൽ ലിബറലുകളുടെ സാമ്പത്തിക രേഖയെ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രചരണം നടത്തിയത് ശ്രദ്ധേയമായിരുന്നു. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലും പാർട്ടി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. കൂടാതെ ട്രൂഡോ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതിൽ വളരെ മൃദുമായ സമീപനമാണ് സ്വീകരിച്ചത്. ഒപ്പം ജില്ലയിലെ 11% വരുന്ന ജൂത ജനസംഖ്യയുടെ പിന്തുണ നേടാനാണ് കൂടുതലും ശ്രമിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.